എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, നമ്മൾ പ്ലാസ്റ്റിക് കവറിലെ സാധനങ്ങൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കവറിനകത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് കാറ്റ് കയറിയിട്ട് അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ചെറിയ പ്രാണികളൊക്കെ ഇതിനകത്ത് കയറാനും ചാൻസ് ഉണ്ട്. സാധാരണ നമ്മളിത് മടക്കി വെക്കും, അല്ലെങ്കിൽ സൈഡ് ഉരുക്കി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പൊക്കെ ഇട്ട് വെക്കുവാണ് അല്ലേ പതിവ്. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് വെച്ച് കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പം നല്ല ടൈറ്റിൽ തന്നെ ഇതൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഒട്ടും കാറ്റ് തന്നെ ഇതിനുള്ളിൽ കയറുകയില്ല, അങ്ങനെ അത് നശിച്ചു പോയില്ല. അതുപോലെ പ്രാണികളൊന്നും വരാതിരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള സാധനം എടുത്തിട്ട് ആ കവറിനകത്ത് തന്നെ നമുക്ക് ബാക്കി സൂക്ഷിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കെട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിട്ട് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രാണിയോ അതുപോലെയുള്ള പാറ്റയൊന്നും കയറാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ടിപ്പ്, മീൻ മുറിക്കുന്ന കത്രിക വെച്ചിട്ടുള്ളതാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ഒക്കെ അടപ്പ് നമുക്ക് തുറക്കാൻ പറ്റാതെ നല്ല ടൈറ്റായിട്ട് വരികയാണെങ്കിൽ ഈ കത്രികയുടെ ഈ ഭാഗം വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ ട്രിക്ക് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ പിഴിയുന്ന സമയത്ത് നാരങ്ങയുടെ നീര് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഈ കത്രികയുടെ ഈ ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നാരങ്ങയുടെ മുറിക്കകത്തുള്ള നീര് ഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് തരാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഫുള്ളായിട്ട് തന്നെ നാരങ്ങയുടെ നീര് കിട്ടിയിട്ടുണ്ട്. അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചതിന് ശേഷം ഇതൊരു ബക്കറ്റിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബക്കറ്റിനകത്ത് ഒരു അര ബക്കറ്റോളം വെള്ളം വേണം. അപ്പോൾ അത്രയും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപ്പിക്കാണ് കേട്ടോ. ഹാർപ്പിക്കിൻ്റെ 2-3 ഡ്രോപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. 1 സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ട് കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരുന്നതാണ്. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാവരും ഡെയിലി വീട്ടിലെ തറ തുടയ്ക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ തറ തുടയ്ക്കുന്ന മോപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര തറ തുടച്ചാലും തറ നല്ലപോലെ ക്ലീനായി കിട്ടത്തില്ല. അപ്പോൾ അതിനെ പറ്റിയ നല്ലൊരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. അപ്പം മിക്കവർക്കും മാസത്തിലോ 2 മാസം കൂടുമ്പോഴൊന്നും മോപ്പ് മാറ്റുന്നവരായിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നാളധികം മോപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മോപ്പിനകത്ത് നല്ലപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് മോപ്പ് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മാക്സിമം ഒരു 4 മണിക്കൂറോളം ഈ വെള്ളത്തിനകത്ത് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മോപ്പാണെങ്കിലും അതിനകത്തുള്ള അഴുക്കെല്ലാം ഈ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കല്ലിലൊന്നും വെച്ച് അലക്കി വൃത്തിയാക്കി എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഫ്ലാറ്റിലും അതുപോലെ ക്വാർട്ടേഴ്സിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അലക്കാനൊന്നും സാധിക്കില്ല. അതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കാനും സാധിക്കില്ല അല്ലേ. അപ്പോൾ മോപ്പ് നമ്മൾ കഴുകി വെച്ച് കഴിയുമ്പോഴാണെങ്കിലും സ്മെല്ലൊക്കെ പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു 4 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ മോപ്പിൽ നിന്ന് നല്ലപോലെ ചെളി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാനിത് കുറേ നാൾ ഉപയോഗിച്ച മോപ്പ് തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇതുപോലെ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഇതിനകത്ത് വെള്ളത്തിൽ തന്നെ ഇട്ട് കഴുകിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ വെള്ളം മാറ്റി കൊടുത്തതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം നമുക്ക് വേറെ വെള്ളത്തിലും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 3-4 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ മോപ്പ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വെള്ളത്തിലേക്ക് മുക്കിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കളറൊന്നും മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തറ തുടച്ചെടുക്കുകയാണെങ്കിൽ തറ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ മോപ്പിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ പ്രാണികളൊക്കെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.